നമ്മൾ വിശാഖപട്ടണത്തു നിന്ന് പൂരി, ഭുവനേശ്വർ, പൂരി, അങ്ങോട്ട് പൂരിയിലേക്ക് പോകണം. രാവിലെ തന്നെ ഇറങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കിയെടുത്തു. രാവിലെ തന്നെ ഉച്ച കഴിക്കാനുള്ള അങ്ങനെ സൂരജും അവരൊക്കെ നേരത്തെ വിട്ടു. നമ്മൾ പുറകെ ഇങ്ങനെ കൊടുക്കാം. ഇഡ്ഡലി കഴിക്കാം. ചൂട് ഇഡ്ഡലി. ആന്ധ്രാപ്രദേശിലെ ഇഡ്ഡലിയാണ്. ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങളിപ്പോൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്ന് പൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറീസയിലേക്ക്. ഭുവനേശ്വർ, പൂരി, പിന്നെ അതേപോലെ അവിടെ കൊണാർക്കും കാണണം. പൂരി കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇങ്ങോട്ട് എത്തുമ്പോൾ കൂടുതലും ഹനുമാൻ്റെ ക്ഷേത്രങ്ങളും ഹനുമാൻ്റെ വലിയ പ്രതിമകളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് കൂടുതലും ഹനുമാൻ ഭക്തന്മാരാണ്. കുറേ ഓടിയപ്പോൾ വണ്ടിക്കൊരു റെസ്റ്റ് കിട്ടാൻ ഒരു ടോൾ പാസരെടുത്ത് വണ്ടി ഒന്ന് കുറച്ച് നേരം നിർത്തിയിട്ടതാണ്. നല്ല മനോഹരമായ റോഡുകൾ, നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. മനു വണ്ടി ഓടിക്കുന്നു, ഞാനിങ്ങനെ ഫോണും പിടിച്ച് സെൽഫി എടുക്കുകയാണ്. രഞ്ജി ഇപ്പുറത്തുനിന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ വണ്ടി കുത്തി നിറച്ചിട്ട്, വെള്ളവും ഡ്രസ്സും വണ്ടിയിലങ്ങനെ കുത്തി നിറച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഓരോ പ്രദേശവും പിന്നിട്ടുകൊണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് ഒഡീഷയിലേക്ക്. ഇന്ന് ഒഡീഷയിലാണ് സ്റ്റേ. ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രം അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേപോലെ സൂര്യക്ഷേത്രം കൊണാർക്ക് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വണ്ടി സൈഡ് ഒതുക്കി അതെന്താണെന്ന് നോക്കുകയാണ്. ചിലപ്പോൾ ജീരകമോ അല്ല കടുക് കൃഷിയായിരിക്കാം. നല്ല മഞ്ഞപ്പൂക്കൾ, ചിലപ്പം കടുകായിരിക്കും. രഞ്ജി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതിലെ വഴിയുണ്ടോ അറിയില്ല. അത് റോഡിന് കുറച്ച് മാറിയിട്ടാണുള്ളത്. നല്ല രസമാണല്ലോ കാണാൻ, നല്ല രസമാണ്. മനുവിൻ്റെ രഞ്ജി അങ്ങോട്ട് പാടത്തോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലും വിളവ് കഴിഞ്ഞ പാടങ്ങളാണ്. കൃഷിയൊക്കെ കഴിഞ്ഞ് അതെന്താണ് സംഭവം എന്ന് അവർക്ക് പറിച്ചു നോക്കാൻ പറ്റും. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പമ്പിലേക്ക് വണ്ടി നിർത്തി. അവിടെ ആകുമ്പോൾ കഴുകാൻ വേണ്ടി വെള്ളമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ വണ്ടി ഒതുക്കി മനുവിൻ്റെ ഇഞ്ചിയും കൂടെ ഭക്ഷണമൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കുകയാണ്.
പയറും ചോറും ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉണ്ട്. ചെറുപയർ ചോറ് വിത്ത് തേങ്ങ ചമ്മന്തി, മീൻ ഫ്രൈ, പ്രാവ് ഫ്രൈ, ചെറുനാരങ്ങ. ഇവരിവിടെ കഴിക്കുന്നു, ഞങ്ങളിവിടെ കഴിക്കുന്നു. അവന് ഭുവനേശ്വരിലേക്ക് അത്ര 300 ചില്ലറായിട്ട്. അപ്പം ഏകദേശം 100 കിലോമീറ്റർ ബാക്കിലുണ്ട്. 100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അറിയാൻ പറ്റില്ല. ഉണക്കാണ് നിന്നെ വിളിക്കുന്നത്. പയറും ചോറും അംഗൻവാടിയിൽ നിന്ന് സ്കൂളത്തെ പണ്ടത്തെ അല്ലേ, പണ്ട് സ്കൂളിൽ ചോറും. ഡ്രൈവിംഗ് സീറ്റിലേക്ക് മനു മാറി രഞ്ജി കയറി. രഞ്ജി വണ്ടി ഓടിക്കുകയാണ്. ഇത് വീണ്ടും ഒരു ഹനുമാൻ പ്രതിമ. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒഡീഷയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒഡീഷയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആടെ മുകളില് അല്ലേ? അതെ, ഒറീസയിലെ ഗോപാൽപുര ബീച്ചിലാണ് ഉള്ളത്. നേരം ഏകദേശം വൈകുന്നേരമായി. നമ്മൾക്ക് ഇന്ന് താമസിക്കാനുള്ള റൂം റെഡി ആയിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്കൊരു റൂം ശരിയായി കിട്ടി. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മഠത്തിലാണ്. 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. 3 കട്ടിലുണ്ട്, ബാത്റൂം, മേശ ഒക്കെ ഉണ്ട്. അടിപൊളി. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ. അപ്പോൾ നമ്മളിവിടെ സെൻറ്റ് വിൻസെൻ്റ് ചർച്ചിൽ ആണ്. ഒന്നും കൂടെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സെൻറ്റ് വിൻസെൻ്റ് ചർച്ചിൽ നമുക്ക് നമ്മുടെ മലയാളിയായ സാധനം നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തന്നു ഫുഡും സ്റ്റേയും. അപ്പോൾ നമ്മളിവിടെ ഉണ്ട്. പശുപതി എന്ന സ്ഥലത്തിൻ്റെ പേര് ഗോപാലപുരം. പുരി യാത്രയിലിടയിൽ ഗോപാലപുരത്താണ് നമ്മുടെ ഫുഡ് എത്തിക്കുക. രുചിയൊക്കെ ഇവിടുന്ന് ഭക്ഷണം എടുക്കുന്നു. സെൽഫി പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ യാത്ര തുടരുകയാണ്. പുരിയിലേക്കുള്ള യാത്ര. ഗോപാൽപുര, ഒറീസയിലെ ഗോപാൽപുരയിലുള്ള വിൻസെൻ്റ് ചർച്ചിലാണ് നമ്മളുള്ളത്. ഇന്നലെ താമസിച്ചത്. നമുക്ക് ഫുഡും മലയാളിയായിട്ടുള്ള ഒരു ഫാദറാണ് ഇവിടുത്തെ ഫാദർ ജോസഫ് സാറാണ് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നത്. ഭക്ഷണം എല്ലാം തന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മള് ഒറീസയിലെ ഗോപാൽപുര എന്ന സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മളെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു ഡ്രൈവ് ചെയ്യുന്നു. എന്താണ് കരപ്പത്തിലേക്കാണ് നമ്മൾ ചമക്കണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പേരൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടല്ലോ പേര്.
നല്ല മഞ്ഞുണ്ട്, കോട. നല്ല കോട മഞ്ഞ്. ഗഞ്ചം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഗഞ്ചം ആനയുടെ ബോർഡ്. ഗഞ്ചം. ഈ സ്ഥലപ്പേര് കൃത്യമായിട്ട് ഇങ്ങനെ അടാടെ വെക്കും കേട്ടോ. ഇവര് ഇന്ന സ്ഥലം അങ്ങോട്ടാണ് അങ്ങോട്ടോ അല്ലേ? പോലീസിന് വരെ മറ്റേ അടുത്തടുത്താണ് നല്ല അടിപൊളി ഗ്രാമം. ഒറീസയിലെ ഗ്രാമങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോഗ്രാഫർ ഇപ്പോൾ നമ്മളോട് സാധാരണ മൂത്രയ്ക്കൊക്കെ നല്ലത് ഇത് വീഡിയോ എടുക്കുന്നുണ്ടോന്ന് വെച്ചോട്ടി കുട്ടികളെ ഡാഷ് ക്യാമറയിൽ വെച്ചിട്ട് വണ്ടി ഓടിച്ചില്ല ഒരു സാധനം. ഒഡീഷയിലെ ഒരു ഗ്രാമപ്രദേശത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു പഴയ നാട്ടിലെ പോലെ ഉണ്ടല്ലേ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.